ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഒരു മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം തന്നെ മട്ടൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.25 കിലോ മട്ടൻ എടുത്തിട്ടുള്ളത്. അത് ഒരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മട്ടൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. മഞ്ഞൾ പൊടിയും ഉപ്പും മട്ടനും കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഓരോ മട്ടൻ്റെ മീറ്റിനനുസരിച്ചിട്ട് വേവ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ മട്ടൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിലാണ് അടിച്ചത്. ആവി പോയി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വേവ് കുറവായിട്ട് തോന്നി. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു 4 വിസിലും കൂടി അടിച്ചിട്ട് ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് വേവായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വേവ് കുറവാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് വിസിലടിച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് മട്ടൻ മസാലയ്ക്കുള്ള സാധനങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 5 പച്ചമുളക്, ഒരു മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി, അതായത് ഒരു കുടം വെളുത്തുള്ളി എന്നൊക്കെ പറയില്ലേ, അപ്പം അങ്ങനെ ഒരു ഫുള്ള് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് അങ്ങ് അരച്ച് പോലെ എടുക്കണ്ട, ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സ്, ഉണക്കമുന്തിരി, പിന്നെ സബോള ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സ് പിന്നെ ഉണക്കമുന്തിരി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കാഷ്യൂ നട്ട്സിനും ഉണക്കമുന്തിരിക്കൊന്നും അങ്ങനെ ഒരു അളവൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ബിരിയാണിയിൽ ഇതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കൂടി രണ്ടും കൂടി 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സബോള വറുത്തെടുക്കാം. അപ്പോൾ സബോള നന്നായിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞിട്ടെടുക്കുക. നമ്മൾ 2 മീഡിയം സൈസിലുള്ള സബോള എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി മട്ടൻ്റെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മട്ടനിലേക്ക് ഇടണം, ബാക്കി പകുതിയാണ് ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ആ സബോള നല്ല ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ വറുത്ത് കോരുക. ആ ഒരു സമയം കൊണ്ട് മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മട്ടൻ വേവിച്ചതിൽ നിന്ന് ഒരു 1/4 കപ്പ് വെള്ളം മാറ്റി വയ്ക്കുക. നമ്മൾ റൈസ് ദം ചെയ്യണ സമയത്ത് റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മട്ടനിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സബോളയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിലില്ലേ, അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 3 മീഡിയം വലിപ്പത്തിലുള്ള സബോള ചേർത്ത് കൊടുക്കുക. നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലേ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ആ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ മീറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്, പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയും മട്ടനും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം.
ഇപ്പോൾ മട്ടൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നി. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂണും കൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് വേവിച്ചെടുക്കുക. അപ്പോൾ 4 കപ്പ് റൈസിനാണ് നമ്മൾ ബിരിയാണി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക. റൈസ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കുതിരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം. ഇനി നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട ഒരു വലിയ കഷ്ണം, ഏലക്കായ ഒരു 8 എണ്ണം, തക്കോലം 1 എണ്ണം, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, ഗ്രാമ്പൂ 6 എണ്ണം, നേരത്തെ നമ്മൾ സബോള, കാഷ്നട്ട്സ്, ഉണക്കമുന്തിരിയൊക്കെ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിലില്ലേ, അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പ് 2 ടീസ്പൂൺ. ഇനി ഇതൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് ഇതിലെ മുകളിലത്തെ വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കുക. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോഴേക്കും അടിയിലുള്ള എല്ലാ വെള്ളവും വറ്റി വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടി അതങ്ങനെ തന്നെ അവിടെ ഒന്ന് മൂടി വയ്ക്കുക. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മസാലയിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോളയിലെ പകുതി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പം ഞാൻ റൈസ് വേവിച്ചിട്ടുള്ള ആ പാത്രത്തിൽ തന്നെയാട്ടോ ദം ചെയ്യുന്നത്. അപ്പം ഞാൻ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് പരന്ന പാത്രമായതുകൊണ്ട് ഒറ്റ ലെയറിൽ മസാല ഇട്ട് കൊടുത്തിട്ട് ഒരു ലെയറിൽ തന്നെ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയറിൽ മസാല, പിന്നത്തെ ലെയറിൽ റൈസ്, പിന്നെ വീണ്ടും മസാല, വീണ്ടും റൈസ്, അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മസാല ഫുള്ള് താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈസ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇട്ട് കൊടുത്തിട്ട് അമർത്തരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോള, ഉണക്കമുന്തിരി, കാഷ്നട്ട്സ്, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, പിന്നെ നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള മട്ടൻ്റെ ആ ഗ്രേവി ഉണ്ടല്ലോ, ആ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിത് ദം ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ദം ചെയ്യാനായിട്ട് ദോശക്കല്ലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു കട്ടിയുള്ള തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബിരിയാണി പോട്ട് അതുമ്മേക്ക് കയറ്റി വെച്ചിട്ട് മൂടി വയ്ക്കുക. അപ്പം അതിൻ്റെ ലിഡുമ്മേ ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഏറ്റവും ലോയിലിടുക. എന്നിട്ടൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കുക. ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം.
അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഒത്തൻറ്റിക് രീതിയിലൊന്നല്ല ദം ചെയ്തത്, സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ റൈസ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മസാലയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചാലും മതി. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മസാലയുടെ കൂടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താലും മതി. പിന്നെ ബിരിയാണി എപ്പോഴും നമ്മൾ കുക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ സെർവ് ചെയ്യാനുള്ളതാണെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ